ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ട്സിനെ നമുക്ക് ഡിഫൈൻ എങ്ങനെ ചെയ്യാം, അതേപോലെയുള്ള കുറച്ച് നോളജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും കുറച്ച് പോയിന്റ്സുകൾ അവയർനെസ് കൂട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇന്നത്തെ സെഷൻ കൊണ്ട് കൂടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലേ? അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ് ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ്, പവർ ഓഫ് ഫോക്കസ് ഇൻ മണി. പണം ഉണ്ടാക്കുന്നതിൽ നമ്മളുടെ ഒരു ഫോക്കസിന്റെ പവർ എത്രയാണ്, ശ്രദ്ധ കൊടുക്കുന്നതിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ലൈഫിന് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. സോ യു ഗെറ്റ് വാട്ട് യു ഫോക്കസ് ഓൺ. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതാണ്, പണത്തെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. വേർ യുവർ ഫോക്കസ് ഗോസ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. വേർ യുവർ ഫോക്കസ് ഗോസ് യുവർ എനർജി ഗോസ് ആൻഡ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. അത് എന്തെയും വലുതാകും. കണ്ടിന്യൂസ് ആയിട്ട് ചിന്ത എന്തിലേക്ക് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശം നമ്മൾ ഒറ്റ ബിന്ദുവിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശത്തിന് കത്താനുള്ള ശക്തിയിലേക്ക് വരും. ആം ഐ റൈറ്റ്? അതുപോലെ നമ്മുടെ ചിന്തകളെ മൊത്തം ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും. അപ്പോൾ പണത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്, മണി വിൽ എക്സ്പാൻഡ്. മണി വലുതാകും. നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം കൂടുതലായി വരും. അതല്ലേ നമുക്ക് വേണ്ടത്? ഹലോ, യെസ് ഓർ നോ? നമുക്ക് വേണ്ടത് അതല്ലേ? യെസ്, നമുക്കതാണ് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് വേണ്ട ഒരു സാധനമാണ്. സോ പണം കൂടുതലാവണം. നെക്സ്റ്റ് എന്താണ്? യു മസ്റ്റ് ഡിസൈഡ് ടു ബി വെൽത്തി. അടുത്ത പോയിന്റ് പറയുന്നത് വെച്ചാൽ യു മസ്റ്റ് ഡിസൈഡ് ടു ബി വെൽത്തി. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. എന്തിന്? പണം ഉണ്ടാക്കണം, സമ്പന്നനാവണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടായേ പറ്റൂ. ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാവില്ല. അതായത് യു മസ്റ്റ് ഡിസൈഡ് എന്നാണ് പറഞ്ഞത്. മസ്റ്റ് ഡിസൈഡ്. നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പണം ഉണ്ടാക്കാനുള്ള ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ. വൺ ഓഫ് ദ പവർഫുൾ സീക്രട്ട് ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് മാറും. യു ഹാവ്, പണം ഉണ്ടാക്കുന്നത് അത്യാവശ്യം. ഇറ്റ് മസ്റ്റ് ബിക്കം യുവർ നെസസിറ്റി. എന്നാണോ നിങ്ങൾക്ക് അത് നെസസിറ്റി ആയി മാറുന്നത്, അന്ന് നിങ്ങൾ പണം ഉണ്ടാക്കും. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? അതിനു മുൻപ് പറഞ്ഞതാണല്ലോ, അല്ലേ? നിങ്ങൾ ഒരു കഴിഞ്ഞ മണി ബ്ലൂ പ്രിന്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നതുപോലെ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് ഡിസൈഡ്. ഡിഫൈൻ ചെയ്യണം. നമ്മൾ തീരുമാനിക്കണം, ഞാൻ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് ഇത്ര പണം ഉണ്ടാക്കിയേ പറ്റൂ, ഈ രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കിയേ പറ്റൂ. എങ്ങനെയുള്ള വഴി എന്നുള്ളതൊന്നും എനിക്ക് പറയില്ല, പക്ഷെ ആ വഴി ഞാൻ കണ്ടെത്തും. ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഞാനത് ഫിഗർ ഔട്ട് ചെയ്യും. അപ്പോൾ എത്രയാണോ പണം വേണ്ടത്, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഫിഗർ ഔട്ട് ചെയ്യും. ഞാനത് എന്ത് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അത് ഫിഗർ ഔട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ജെറി ജോർജ് എന്തോ പറഞ്ഞല്ലോ, ഫ്ലോ കുറഞ്ഞു എന്നോ എന്താണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പണത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അത് കൂട്ടാൻ വേണ്ടിയിട്ട് അത് മസ്റ്റായിട്ട് തീരുമാനിക്കണം. അതായത് അത്യാവശ്യമായി മാറിയോ, പണം നിങ്ങളിലേക്ക് വരും. വിജയിക്കുക എന്നുള്ളത് അത്യാവശ്യമായി മാറുന്ന പോലെ ആവുന്നവർ വിജയിക്കും. പണം ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമായി മാറുന്ന ഒരാൾ പണം ഉണ്ടാക്കും. അത്യാവശ്യമാകുമ്പോൾ നിങ്ങളുടെ തോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി ആ ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, ആ പവറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് പോസിറ്റീവായ രീതിയിലായിരിക്കണം, മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രൂപത്തിലാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എനർജി ലോ ആകും. നിങ്ങളെപ്പോഴും ഹയർ ഫ്രീക്വൻസി എനർജിയിൽ നിൽക്കണം, പോസിറ്റീവായിരിക്കണം, മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന രീതിയിലായിരിക്കണം. നിങ്ങളുടെ ഈ മണി മേക്കിങ്ങിന് നിങ്ങൾ വിഷ് ചെയ്യുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, വേറൊരാളെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ ഒരു ആഗ്രഹങ്ങൾക്കും നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. അത് നെഗറ്റീവാണ്. കാരണം നിങ്ങൾ അങ്ങോട്ടൊരു നെഗറ്റിവിറ്റി അടിക്കുമ്പോൾ അങ്ങോട്ടൊരു ആഗ്രഹം, നിങ്ങളിപ്പോൾ ഒരു ചീറ്റ് ചെയ്യുന്ന രൂപത്തിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നെഗറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആ പണം വരും, പണം പോകും. അല്ലെങ്കിൽ പണം വരാൻ തന്നെ പ്രയാസമായിരിക്കും. കുറേശ്ശെ വരുള്ളൂ. വരുന്നതിന് സ്ഥിരത ഉണ്ടാവില്ല. സോ യു ഷുഡ് ഹാവ് എ വെരി പോസിറ്റീവ് സ്പേസ് ഇൻ യുവർ മൈൻഡ്. വളരെ പോസിറ്റീവായിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എനർജിയിൽ നിന്ന് മസ്റ്റായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരാഗ്രഹമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? തെറ്റായ രീതിയിൽ നിങ്ങൾ പണം ഉണ്ടാക്കുക, ചീറ്റ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, തുടർച്ചയുണ്ടാവില്ല. അത് മാത്രമല്ല എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺസ് സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് വിടണം. ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂസ്ലി ഫ്ലോ മണി ഇൻ ടു യുവർ ലൈഫ്,
പണം കണ്ടിന്യൂസ് ആയിട്ട് വരണം, സ്ഥിരമായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ നല്ല ഉദ്ദേശമേ മനസ്സിലുണ്ടാകും, നേരായ രീതിയിൽ. മറ്റുള്ളവരോട് വെറുപ്പ്, വിദ്വേഷം, പക, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആരോടും ഒരു വെറുപ്പും വേണം. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. ചില ആൾക്കാരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടില്ലേ? ഭയങ്കര സങ്കടം തോന്നും, വിഷമം തോന്നും, ദുഃഖം തോന്നും. എന്നോട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഞാൻ. എന്തോ വലിയ കാര്യമായിട്ടാണ് ഇരുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രോമ ട്രിഗർ ചെയ്തിട്ട് വരുന്ന റിയാക്ഷനാണ്. എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട. എന്നോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ എന്നോട് അതുപോലെ ആയിരിക്കും. ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വളരെ നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. വളരെ നല്ല രീതിയിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. എപ്പോഴും ഒരാളെയും ഉപദ്രവിക്കരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത്. കാരണം അങ്ങനെ വിഷമിപ്പിച്ചിട്ടോ ബുദ്ധിമുട്ടാക്കിയിട്ടോ ഒന്നും നേടിയിട്ട് കാര്യമില്ല, അത് നിലനിൽക്കില്ല. അതുമാത്രമല്ല, നിങ്ങൾക്കത് ലഭിക്കില്ല. അപ്പോൾ അത്യാവശ്യമാകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ പോലും അത് സ്ഥിരമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് പണം വേണം. ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത്? പണമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്ക് വേണ്ടത് നമുക്കത് വളരെ എളുപ്പത്തിൽ ലഭിക്കണം, വളരെ വേഗത്തിൽ ലഭിക്കണം, കൂടുതൽ അളവിൽ ലഭിക്കണം, നിരന്തരമായിട്ട് ലഭിക്കണം. യെസ് ഓർ നോ? ഈ 4 രീതിയിലാണ് നമുക്ക് വേണ്ടത്. യെസ് ഓർ നോ? ആയിഷമില പറഞ്ഞല്ലോ, സംതിങ് ലൈക്ക് എ മങ്കി മാൻ. യെസ്. അത് അവരോട് പറയണോ നീ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുമെന്ന്? ഓക്കെ, നീ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുമെന്ന് അവരോട് പറയണോ? പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്താൽ മതി. വേറൊരാൾ കാണിക്കാനോ വേറൊരാളോട് പറയാനോ വേറൊരാളുടെ മുൻപിൽ കാണിക്കാനോ ഉള്ളതല്ല. ബി യു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫീൽ ചെയ്യുക, നിങ്ങളാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പറയലും സംഗതികളും കാണിക്കലും ഒക്കെ സെക്കൻഡറിയാണ്. യു ഫീൽ ഇറ്റ്, യു എക്സ്പീരിയൻസ് ഇറ്റ്, യു എക്സ്പ്രസ് ഇറ്റ് ത്രൂ യു ജെനുവിൻലി. അത് ത്രൂ ജെനുവിനിലാണെന്നുണ്ടെങ്കിൽ അത് അവിടെ പറയേണ്ടതാണെങ്കിൽ പറയും, എക്സ്പ്രസ് ചെയ്യേണ്ടതാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യും, ഒക്കെ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളൂ. ഓൾറൈറ്റ്, നിങ്ങളായിട്ട് പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഓക്കെ, പവർ ഓഫ് ഫോക്കസ് ഇൻ മണി അതിലേക്ക് വരുമ്പോൾ യു മസ്റ്റ് ഡിസൈഡ്. നമ്മൾ തീരുമാനിക്കണം. തീരുമാനം നമ്മളെടുത്തേ പറ്റും. ആ തീരുമാനം ഒരു ഒന്നൊന്നര തീരുമാനമായിരിക്കണം, ഒരിക്കലും പിന്തിരിയാത്ത തീരുമാനം. നമ്മൾ തീരുമാനിക്കാത്തടത്തോളം ആവില്ല. നമ്മുടെ ഉള്ളിൽ തീരുമാനിക്കാത്തടത്തോളം നമ്മളാവില്ല. ജസ്റ്റ് ആഗ്രഹിച്ചാൽ പോരാ. ഞാൻ തീരുമാനിക്കുകയാണ്, ഇന്ന സമയമാകുമ്പോഴേക്കും, ഇന്ന വർഷമാകുമ്പോഴേക്കും, ഇന്ന മാസമാകുമ്പോഴേക്കും ഞാൻ ഇതാ ഈ ഒരു രൂപത്തിലേക്ക് റിച്ച് ആയിട്ട് മാറും, ഈ സമ്പന്നനായിട്ട് മാറും, ഈ രൂപത്തിലേക്ക് വെൽത്തി ആയിട്ട് മാറും. ദിസ് ഈസ് മൈ നെസസിറ്റി. ഇതെൻ്റെ അത്യാവശ്യമാണ്. വെൽത്ത് ക്രിയേഷൻ മസ്റ്റ് ബിക്കം യുവർ നെസസിറ്റി. അതാണ് ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞത്. പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തായി മാറണം? അത് അത്യാവശ്യമായി മാറണം. ഇപ്പം അത്യാവശ്യമാണോ അതോ ആഗ്രഹമാണോ? അധികം ആൾക്കാർക്കും ആഗ്രഹമാണ്. യെസ് ഓർ നോ? ആഗ്രഹമാണോ അത്യാവശ്യമാണോ? അയ്യോ, ആഗ്രഹമാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഡിഫറെൻ്റാണ്. ആഗ്രഹമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആഗ്രഹമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്കറിയാം അത് ആഗ്രഹമാണ്. നമ്മൾ അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അത്യാവശ്യമായി മാറണം. അത്യാവശ്യമായി മാറുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോൾ അത്യാവശ്യമായി മാറും. പക്ഷേ സാഹചര്യം വന്നിട്ട് അത്യാവശ്യമായി മാറുന്നത് ആ സാഹചര്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. അതെപ്പോൾ ആ സാഹചര്യം മാറിയോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത്യാവശ്യത്തിൻ്റെ അവസ്ഥ മാറി, ആ സംഗതി മാറി, ആ സിറ്റുവേഷൻ മാറിയോ, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? പഴയ പോലെ കംഫർട്ട് സോണിലേക്ക് പോകും. അതല്ലേ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ലൈഫ് പാർട്ണർ ഉണ്ട്, അല്ലെങ്കിൽ ഇവരുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇവർ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് എന്ന് വെച്ചാൽ ഐ എം ഫൈൻ. അത്യാവശ്യമാണ് നടക്കുന്നില്ല. അത്യാവശ്യമാണ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമാണ്, നിങ്ങൾ നടക്കണം, ആഗ്രഹം നടക്കൂല. ആ അത്യാവശ്യം പോയിട്ട് നടക്കില്ല. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ നടക്കണം, നിങ്ങൾ മൂവ് ചെയ്യണം, നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ പ്ലാൻ ചെയ്യണം, നടക്കും, നടത്തിയെടുക്കും എന്ന തീരുമാനം എടുക്കണം. ഓക്കെ, ഡോണ്ട് ഗോ ആഫ്റ്റർ മണി, മണി വിൽ കം ആഫ്റ്റർ യു എന്ന് പറയാറില്ല. അത് ആരോട് പറഞ്ഞെന്നറിയോ? പണത്തിൻ്റെ പിന്നാലെ
ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒബ്സഷൻ അവരോട് പറഞ്ഞതാണ്. പ്രാന്തായിട്ട് നടക്കുന്ന, ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ട് അതല്ല ഞാൻ പറഞ്ഞത്. പണം നമ്മളുടെ അടുത്തേക്ക് വരില്ലേ? തീർച്ചയായിട്ടും പണം നമ്മുടെ അടുത്തേക്ക് വരും. എന്ത് ചെയ്യണം? ജനങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്ന കോൺസെപ്റ്റ്, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ വേറെയാണ്. ഇതിൻ്റെ ഒരു സാഹചര്യം തന്നെ വേറെയാണ് ഞാൻ ഈ പറയുന്നത്. അത്യാവശ്യമാണ്, പക്ഷേ അത്യാവശ്യമാണ് എങ്കിൽ യു ഹാവ് ടു ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ്. അത് അത്യാവശ്യമാണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യൂ. ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാണ്, ഞാൻ നിങ്ങളെ ട്രിഗർ ചെയ്യാണ്. പ്രൂവ് ചെയ്ത് കാണിക്കണോ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളത്. അതെങ്ങനെ കാണിക്കാമെന്നറിയോ? രാവില്ല പകലില്ല അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ആലോചിക്കും, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഏത് കോഴ്സ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ട് പഠിക്കും, അതിന് വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും പോകും, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാണ്, ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്, പ്ലാൻ ചെയ്യാൻ തയ്യാറാണ്, എഴുതി വെക്കാൻ തയ്യാറാണ്, ഉറക്കമൊഴിച്ച് ഇരുന്ന് അധ്വാനിച്ച് കാര്യങ്ങൾ എന്താണ് വഴി കണ്ടെത്താൻ തയ്യാറാണ്. ഇഫ് you are truly genuine and caring about your problems, to solve your problems, you will come up with a way, or otherwise you will come up with an excuse. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വഴി കണ്ടെത്തി വരും, അല്ലെങ്കിൽ നിങ്ങളൊരു ഒഴിവ് കണ്ടെത്തും. ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ സാഹചര്യം പറയും, നടക്കുന്നില്ല എന്ന് പറയും, അത് ചെയ്യുന്നില്ല എന്ന് പറയും, ഇത് ചെയ്യുന്നില്ല എന്ന് പറയും. ഞാൻ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ട്രിഗർ ചെയ്യാണ്. ഐ വാണ്ട് യു ടു ക്വസ്റ്റ്യൻ യു. ഐ വാണ്ട് യു ടു ക്വസ്റ്റ്യൻ യുവർ തിങ്കിങ്. നിങ്ങൾ നിങ്ങളുടെ ചിന്താരീതി, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയും നിങ്ങളുടെ ശീലങ്ങളെയും ചോദ്യം ചെയ്തേ പറ്റൂ. അതില്ലാത്തടത്തോളം അത് മാറൂല. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ പറ്റിയത്, വേറെ ആരും ഇല്ല. ഐ ഹാവ് ടു സോൾവ്, ഐ ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ, ബിക്കോസ് ഇറ്റ്സ് മൈ ബ്ലഡി റെസ്പോൺസിബിലിറ്റി. ഇതെൻ്റെ ഉത്തരവാദിത്വമാണ്. വേറെ ആരും വന്നിട്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യൂല. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് അവരുടെ സ്വപ്നമല്ല, ഇത് അവരുടെ ആവശ്യമല്ല, ഇത് അവരുടെ അത്യാവശ്യമല്ല. ഇതെൻ്റെ ആവശ്യമാണ്, എൻ്റെ അത്യാവശ്യമാണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. നോബഡി. ക്വസ്റ്റ്യൻ ചെയ്യും, ചോദ്യം ചെയ്യും. ഇഫ് യു ആർ ജെനുവിൻ യു വിൽ ഫൈൻഡ് എ വേ. ഇഫ് യു ആർ നോട്ട് ജെനുവിൻ യു വിൽ ഫൈൻഡ് എൻ എക്സ്ക്യൂസ്. മനസ്സിലാവുന്നുണ്ട്? ബട്ട് നെക്സ്റ്റ് മന്ത് ഡൗൺ ആവുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. ബട്ട് നെക്സ്റ്റ് മന്ത് ഡൗൺ ആവുന്നോ എന്നൊരു സംശയം. അതാണോ ചോദ്യം? എനിക്കറിയില്ല. അങ്ങനെ ആകാൻ ഫസ്റ്റ് മൈൻഡിനോട് അതിന് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ പറ്റും? മൈൻഡിനെ സെറ്റ് ചെയ്ത് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇരുന്ന് ആലോചിക്കുക, ചിന്തിക്കുക. അപ്പോൾ മനസ്സ് ഇളകട്ടെ. മനസ്സ് ഇളകിയിട്ട് മനസ്സിനുള്ളിൽ ഒരു ഫയർ ഉണ്ടാവട്ടെ, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവട്ടെ. ഇതുവരെ ചിന്തിച്ച രീതി ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല. അത്യാവശ്യമായി മാറുമ്പോൾ അതാ സംഭവിക്കുക, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളുടെ വിവാഹം അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം അനൗൺസ് ചെയ്തു. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് അല്ലെ ജീവിത ഭാര്യ വന്നിട്ട് എന്ത് ചെയ്യാണ്? എന്താ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അറിയില്ല, എങ്ങനെ ചെയ്യാന്നറിയില്ല, ഒന്നും നടക്കുന്നില്ല. എങ്ങനെ ഉണ്ടാവും? അപ്പം കിട്ടും സ്പോട്ടിൽ, അല്ലേ? ആൾക്കാരെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. ഈ രൂപത്തിൽ ഇതിങ്ങനെ കുന്തം വിഴുങ്ങിയ മാതിരി ഇരുന്നാൽ കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. എന്തായിരിക്കും? വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമ്പോൾ നമ്മളിങ്ങോട്ട് ചാടി എണീക്കും. അതായത് നമ്മൾ ചിന്തിച്ച രീതി, പാറ്റേൺ, സംഗതിനെ മൊത്തം ആളെന്ത് ചെയ്തു? അടിച്ച് തകർത്ത് കളഞ്ഞു. ആൾ പറഞ്ഞ സാധനം ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് കോൾഡ്, നമ്മൾ അറിയാതെ ഒരു തോട്ട് പാറ്റേണിൽ പെട്ടുപോകും. ആ തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ആ തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ലൈഫിലെ ഡിസിഷൻസ് എടുത്തിട്ട് മാറണം. വേറെ ആരും വരില്ല. വേറെ ആരും വന്നിട്ട് നമ്മളെ ചിലപ്പോൾ രക്ഷപ്പെടുത്തില്ല. ബിക്കോസ് അതാരുടെയും ആവശ്യമല്ല. നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യണം. വേറെ ആൾ വരാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. യു ഗോട്ട് ഇറ്റ്? ചേഞ്ച് യുവർ ലൈഫ്. ഐ ഹാവ് എ സ്കിൽ, ഐ ക്യാൻ ഡെവലപ്പ് ഇറ്റ്. യെസ്, വെരി ഗുഡ്. ആയിഷാമില്ല. സോ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഒരു തീരുമാനം എടുക്കുക കേട്ടോ. ഞാൻ ഒരു കാര്യം പറയും, ഒരു തീരുമാനം എടുക്കണം. ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും ചോദിച്ചില്ലേ? ഫസ്റ്റ് മൈൻഡിനോട് അതിന് വേണ്ടി വെച്ചാൽ ടേക്ക് എ ഡിസിഷൻ. ആ ഡിസിഷനാണിത്. ഐ വിൽ ഡെവലപ്പ്. ഇതാണ് ആ ഡിസിഷൻ. അധികം ആൾക്കാർ പരാജയപ്പെടുന്ന സംഗതി ഇതാണ്. ആ ഡിസിഷൻ എടുത്തോളൂ. ഐ വിൽ ഡെവലപ്പ് all the skill set and the mindset
and the knowledge to change my financial situation or to achieve my financial goal. എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ട, ഇങ്ങനെ എഴുതിക്കോളൂ, എൻ്റെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങൾ, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുഴുവൻ അച്ചീവ് ചെയ്യാൻ വേണ്ട എല്ലാ അതിനാവശ്യമായിട്ടുള്ള എല്ലാ അറിവും, എല്ലാ കഴിവും, എല്ലാ മനോഭാവവും, മൈൻഡ് സെറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും. I am not going to depend anybody on that. അതിനു വേണ്ട എല്ലാ അറിവും, കഴിവും, മനോഭാവവും, മാനസികാവസ്ഥയും, അതിനുവേണ്ട മനസ്സ്, മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ്, അതിനുവേണ്ട പോസിറ്റീവ് തിങ്കിങ്, അതെല്ലാം ഞാൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം പ്രതിജ്ഞയായിട്ട് എഴുതി ഐ വിൽ ഡെവലപ്പ്. ഈ ഡിസിഷൻ എടുക്കാത്തോടത്തോളം കാലം എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ബിക്കോസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ആ ഡിസിഷൻ എടുക്കുക, കറക്റ്റായിട്ട് ആ ഡിസിഷൻ എടുത്തേ പറ്റും. അതെടുത്തോ, നോ ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് വരും. അപ്പൊ നിങ്ങൾക്ക് തോന്നും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ സ്കിൽ സെറ്റ് ദാറ്റ് ഐ നീഡ് ടു ഡെവലപ്പ് ടു അച്ചീവ് മൈ ഫിനാൻഷ്യൽ ഗോൾ? What are the knowledge that I need to develop to achieve my financial goal? What are the mindset that I need to develop to achieve my goal? എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറിവ് എന്താണ് ഞാൻ നേടേണ്ടത്? അതിൻ്റെ അണ്ടറിൽ വരേണ്ടത് ഏത് കോഴ്സ് ഞാൻ പഠിക്കണം, ഏത് ബുക്ക് ഞാൻ വായിക്കണം, ഏത് മെന്ററിങ് ഞാൻ എടുക്കണം, ഏത് കൺസൾട്ടേഷൻ ഞാൻ എടുക്കണം, ഏത് സൗഹൃദ വലയങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കാരണം സുഹൃത്തുക്കളിൽ നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടുകളിൽ. സോ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എനിക്ക് വേണ്ട ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അറിവ്, കഴിവ്, സംഗതികൾ ഞാൻ എവിടെ നിന്ന് നേടിയെടുക്കും? നെക്സ്റ്റ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? സ്കിൽ സെറ്റ് ആണ്. ഏത് കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും? അതിന് വേണ്ടിയിട്ട് ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഏത് ബുക്സ് വായിക്കാൻ പറ്റും, എന്ത് പ്രാക്ടീസ് ഞാൻ ചെയ്യണം, വിച്ച് പ്രാക്ടീസ് ഐ ഷുഡ് പ്രാക്ടീസ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, തെറാപ്പി പ്രാക്ടീസ് ചെയ്യണം, എൻ്റെ ബ്ലോക്സുകൾ റിമൂവ് ചെയ്യണം. ജസ്റ്റ് റൈറ്റ് ഡൗൺ, ബി വെരി സ്പെസിഫിക്, ബി വെരി ക്ലിയർ അബൌട്ട് യുവർ ഗോൾ. ക്ലാരിറ്റി ഇല്ല, എന്തടുത്ത ചെയ്യണം, കുറേ കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? ദിസ് ഈസ് വാട്ട് ഇസ് ദ ക്ലാരിറ്റി and this is what you are going to implement. Who will help me? Yes, Rasina Siddiq. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, who will help me? Who can help me? ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് എന്നെ സഹായിക്കാൻ പറ്റും? നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഷാഫി മുഹമ്മദിനെ സഹായിക്കാൻ പറ്റുമോ? ഓർ വേറെ ആർക്കും സഹായിക്കാൻ പറ്റുമോ? വേറെ യൂട്യൂബിൽ കുറേ ആൾക്കാരുണ്ട്. വേറെ go and find out. Go there and study. ക്ലിയർ ആണോ? സോ ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പം ഈ രൂപത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്താണ് നമ്മൾ ആകെ ഷിഫ്റ്റായി പോകുന്നത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? നൗ യു ഹാവ് എ പ്ലാൻ. ഇതിന് ഉത്തരം കണ്ടെത്തണം. ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഏത് കോഴ്സ് ഞാൻ പഠിക്കണം, ഏത് സ്കില്ല്, ഏത് മൈൻഡ് സെറ്റ്, അതെന്താണ് ഞാൻ പഠിക്കേണ്ടത്, അത് ഞാൻ എങ്ങനെ പഠിക്കും? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് വെബ്സൈറ്റ്, ദർ ആർ ലോട്ട് ഓഫ് യൂട്യൂബ് ചാനൽസ്, ഒരുപാടെല്ലാം ഫ്രീ ആയിട്ട് ഒരുപാട് നോളജ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ചോദ്യങ്ങൾ ചോദിച്ചൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്, ബേസിക്കലി കസ്റ്റമൈസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ അറിയാം. സോ യു വിൽ ഹാവ് എ പ്ലാൻ. ക്ലിയർ ആണല്ലോ? ക്ലാരിറ്റി ഉണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്താണ്? യു ഹാവ് എ പ്ലാൻ നൗ. നെക്സ്റ്റ്
ഡിസൈഡ് വാട്ട് വെൽത്ത് മീൻസ് ടു യു. നിങ്ങൾ തീരുമാനിക്കണം എന്താണ് പണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, വെൽത്ത് എന്ന് പറഞ്ഞതുകൊണ്ട്, സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞതിന് ഒരു അർത്ഥം ഉണ്ടാവണം നമുക്ക്. ആ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സമ്പത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കണം? സമ്പത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിങ്ങൾ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരും, അത് ഡിഫൈൻ ചെയ്യും. എങ്ങനെയായിരിക്കും ആ ഒരു സമ്പന്നമായ ലൈഫ് എങ്ങനെയായിരിക്കും? അതാണ് ഇന്ന് നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്തത്. ഏത് കാറ് നിങ്ങൾ ഓടിക്കും? സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും? കാരണം അതിന് സമ്പത്ത് ആവശ്യമാണ്. നല്ല ആരോഗ്യം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടി വരും, ജിമ്മിൽ പോകേണ്ടി വരും, ജിമ്മിൽ ഫീസ് കൊടുക്കേണ്ടി വരും, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ചിലപ്പോൾ വേണ്ടി വരും. സമ്പത്ത് വേണം. നിങ്ങൾക്ക് നല്ല വീട് വേണ്ടി വരും, ആഗ്രഹിക്കുന്ന വീട്. അതാണ് വാട്ട് ഈസ് വെൽത്ത് മീൻസ് ടു യു. ആ വീട് എങ്ങനെയാണ്? ആ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടാകും? എത്ര സ്ക്വയർ ഫീറ്റ് വീടായിരിക്കും? എന്തെല്ലാം സൗകര്യങ്ങളുണ്ടാകും? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കൾ എവിടെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക? നിങ്ങൾ എവിടെയായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക? നിങ്ങളുടെ വരുമാനം എന്തായിരിക്കും? നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ടാകും? പ്രോപ്പർട്ടീസ് ഉണ്ടാകും? നിങ്ങളുടെ ബിസിനസ്സുകൾ ഏതൊക്കെയായിരിക്കും? യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ക്ലിയർ? ആൻഡ് ദാറ്റ്സ് കോൾഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി വെൽത്തി. നിങ്ങൾക്ക് എന്താണ്? അതുപോലെ നിങ്ങളുടെ ഫാമിലി കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ നല്ല സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റണം. അവർ യാത്ര അയക്കാൻ പറ്റണം. യാത്ര ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. നിങ്ങൾക്ക് എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം. യു ഗോട്ട് ഇറ്റ്? ആൻ അഡ്വാൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. അഡ്വാൻസ്ഡ് ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി. യു ജസ്റ്റ് ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെൽത്ത് ക്രിയേഷൻ. വാട്ട് വെൽത്ത് മീൻസ് ടു യു. തോട്ട് ക്രിയേറ്റ്സ് മണി. ചിന്തകൾ പണം ഉണ്ടാക്കും. പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ അത് പറയുന്നില്ല. മണി ഈസ് ദ പോസിറ്റീവ് എനർജി വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ചേഞ്ച് മെനി ലൈഫ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണം ഒരുപാട് പേരുടെ ലൈഫ് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ക്ലിയർ ആണോ? ആൻഡ് സോ ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മണി. അതുകൊണ്ട് തന്നെ പണം എന്തിനുള്ളതാണ്? ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അതിങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമല്ല. പണം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് നടന്നുകൊണ്ടിരിക്കണം. കാരണം പണം നിങ്ങളുടേതല്ല. പണം നിങ്ങളുടേതല്ല. അത് ഈ രാജ്യത്തിൻ്റെതാണ്, ഈ യൂണിവേഴ്സിൻ്റെതാണ്, ഇതിൻ്റെ ഭാഗമാണ്. ആ പണം എന്ന് വെച്ചാൽ നമ്മളുടെ കൈകളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കണം. ആൻഡ് ഇറ്റ് വിൽ കം ആൻഡ് ഗോ. പക്ഷെ ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ എത്ര സ്മാർട്ടായിട്ട് ഏത് രൂപത്തിലാണ് പോകുന്നത്. ചെലവ് രൂപത്തിലാണ് പോകുന്നത്, നിങ്ങൾ ഉപയോഗിച്ചിട്ടാണോ പോകുന്നത്? രണ്ട് വ്യത്യാസമുണ്ട്. പണത്തെ ഉപയോഗിക്കുകയാണ് വേണ്ടത്, ചെലവഴിക്കരുത്. കൺഫ്യൂസ്ഡ് ആയോ? ക്ലാരിറ്റി കിട്ടുന്നില്ലേ? പണത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെലവഴിക്കരുത്, പണത്തെ ഉപയോഗിക്കണം. രണ്ടാണ്. പണത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ക്രിയേറ്റ്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? മണി ഷുഡ് ഫ്ലോ ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് ഫ്ലോ സംഭവിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ തന്നെ ലൈഫിൽ കൂടുതൽ ഫ്ലോ ചെയ്യണം. നിങ്ങൾക്ക് പണം കിട്ടി, ആ പണം നേരെ വന്നിട്ട് വേറൊരാളിലേക്കല്ല ഫ്ലോ ആവേണ്ടത് ഒറ്റയ്ക്ക്. നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ തന്നെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് അത് ഫ്ലോ ആയി, അവിടുന്ന് വേറെ പ്രൊജക്റ്റിലേക്ക് ഫ്ലോ ആയി, അവിടുന്ന് വേറെ പ്രൊജക്റ്റിലേക്ക് ഫ്ലോ ആയി. ഇതിങ്ങനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റുമോ? then you have continuous exponential growth of wealth. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം വരുന്നു. ഓക്കെ, പുറത്തുനിന്നാണ് വരുന്നത്. ഈ പണം എടുത്തിട്ട് വേറെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിനുവേണ്ട കുറച്ച് സൗകര്യങ്ങളായി, സംഗതികളായി. എന്നിട്ട് അവിടെ ഒരു സർവീസ് നടക്കുന്നു. അവിടെ സർവീസ് നടക്കുന്ന ആൾക്കാർ അങ്ങോട്ട് പൈസ കൊണ്ടുവരുന്നു. ആ പൈസയും, അതായത് പണം ഉപയോഗിച്ചിട്ട് പണത്തെ വരുത്തുകയാണ്. പിന്നെ ഇക്കോടെ നോർമലി നമുക്കിപ്പോൾ എന്താ സംഭവിക്കുന്നത്? പണം വരുന്നു, ഒരുപാട് സോഴ്സുകളിലൂടെ പണം പോകുന്നു, അത് ചെലവഴിക്കല. ക്ലിയർ ആണോ? ദാറ്റ്സ് ദ ഡിഫറൻസ്. ഹലോ? പണത്തെ നമ്മൾ ഇറക്കണം, ഉപയോഗിക്കണം. അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. യു ഹാവ് ടു റൊട്ടേറ്റ് ദ മണി, ബട്ട് ത്രൂ യുവർ പ്രോജക്ട്സ്, ത്രൂ യുവർ മൾട്ടിപ്പിൾ പ്രോജക്ട്സ്.
മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം രൂപത്തിലൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ you should create this money multiplication. Yes. അപ്പോൾ പണത്തെ അത് നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഹൈലൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാലിക്കറ്റിൽ അവർക്ക് ഏകദേശം 14ഓളം കമ്പനിയുണ്ട്. 14ഓളം ബ്രാഞ്ചുകളല്ല. ഓരോ കമ്പനിക്കും പല ബ്രാഞ്ചുകളുണ്ട്, പല സംഗതികളുണ്ട്. പക്ഷേ ഗ്രൂപ്പിന് മാത്രം 14 കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ ഇതിൽ രസകരമായി വെച്ചാൽ ആ മാളിൻ്റെ ക്ലീനിങ് സംഗതികൾ അവരുടെ തന്നെയാണ്. ആ മാളിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ മൊത്തം അവർ വേറെ പുറത്തേക്ക് കൊടുത്തേക്കല്ല, അത് മറ്റൊരു കമ്പനി തന്നെയാണ് അവരുടെ. അപ്പം എന്താ സംഭവിക്കുന്നത്? അവരുടെ കമ്പനിയുടെ ക്ലീനിങ്ങിൻ്റെ സംഗതി ആര് ചെയ്യുന്നു? അവരുടെ തന്നെ വേറൊരു കമ്പനി ചെയ്യുന്നു. അപ്പോൾ ഈ പണം അവിടെ തന്നെ റൊട്ടേറ്റ് ആയില്ലേ? എസ് ഓർ നോ? ആ ക്ലീനിങ് കമ്പനിക്ക് ഇവരുടെ സംഗതികൾ മാത്രം ചെയ്യാന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും? പുറത്തുള്ള വർക്കുകളും വേണമെങ്കിൽ ചിലപ്പോൾ എടുക്കുന്നുണ്ടാകാം. മേ ബി എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ്റനൻസിൻ്റെ സംഗതികൾ വേറെ ആളെ ഏൽപ്പിച്ചേക്കുമല്ല, ഇവർ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് മാളുണ്ട്, റെസിഡൻസ് ഉണ്ട്. മാളിന് തൊട്ടടുത്ത് തന്നെ റെസിഡൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിസിനസ് പാർക്കും സംഗതികളുണ്ട്. സോ ദേ ക്രിയേറ്റഡ് എൻ ഇക്കോസിസ്റ്റം വേർ ദിയർ മണി വിൽ ഫ്ലോ കണ്ടിന്യൂസ്ലി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് തുടങ്ങണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മണി ബീയിങ് ട്രീറ്റഡ് ആൻഡ് ക്രിയേറ്റഡ്. പണത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. എനിവേ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയും നമ്മളിവിടെ ഏകദേശം 7:30 8 o'clock ആണ് നമ്മുടെ സെഷൻ ആരംഭിക്കാൻ പോകുന്നത്. പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ബാച്ച് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇൻ ഡെപ്തിൽ ബിസിനസ്സിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ഇന്ന് 7:20 ആയി. നമുക്ക് പറഞ്ഞ പോലെ 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 1 hour നമ്മൾ സെഷൻ എടുത്തു, കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നാളെ മുതൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെൽത്തുമായി ബന്ധപ്പെട്ടുള്ള സെഷൻസ് മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസിലേക്ക് നമ്മൾ ഇനി ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഇന്നത്തെ സെഷനിൽ നിന്ന് എന്താണ് പ്രധാനമായിട്ടും പഠിച്ചത്? എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? ഡിഡ് യു ലേൺ എനിത്തിങ്? യെസ്? ഓക്കെ, വെരി ഗുഡ്. ഓൾ റൈറ്റ്. എന്താ പുതുതായിട്ട് ലേൺ ചെയ്തിട്ടുള്ളത്? ഒരു ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെഷൻ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഐ എം ഹാപ്പി ടു സപ്പോർട്ട് യു. ഐ എം ഹാപ്പി ടു ഗൈഡ് യു. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ വന്നതിൽ വളരെയധികം സന്തോഷം. മേക്കിംഗ് മണി ഈസ് എ റെസ്പോൺസിബിലിറ്റി. യെസ്, വെരി ഗുഡ്. താങ്ക് യു ഷഹാന, താങ്ക് യു സോ മച്ച്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരും തീരുമാനിക്കില്ല. വി ഹാവ് ടു ക്രിയേറ്റ് അവർ റിയാലിറ്റി. നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഫോക്കസ് ഓൺ മണി. നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോക്കസ് അതിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. എത്ര കണ്ട് ബ്ലഡി സീരിയസ് ആയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അപ്പം ഞാൻ പണത്തെ കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും പണം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇല്ല, അതൊന്ന് വരട്ടെ കുറച്ച്. ആ ചിന്ത വന്നാലാണ് കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഡോണ്ട് വറി, അതിൻ്റെ കൂടെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമാണ് ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ്. എപ്പോഴും മനസ്സിലാക്കുക, ബാലൻസ് ഈസ് ദ കീ. പക്ഷെ മറ്റേ അവയർനെസ് വേണ്ടത്ര വന്നിട്ടില്ലെങ്കിൽ മേക്ക് ഇറ്റ് കം, സെറ്റ് ആവണം കേട്ടോ. കോഴ്സിൽ ഇനി ചേരാൻ പറ്റുമോ ഷൗക്കത്തിൽ? യെസ്, 8 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ജോയിൻ ചെയ്യുക. 7:50 വരെ സമയമുണ്ട്. അതിനുള്ളിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് അയക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡ്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. ലേറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റെക്കോർഡ്സ് അവൈലബിൾ ആകും. ഇപ്പോൾ നിങ്ങൾ ഒരു 7:50 മുൻപ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് അടിച്ചിട്ട് ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ അറിയാം, 8086007775. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. അതർവൈസ് ഇറ്റ്സ് ഫൈൻ. ഓൾ റൈറ്റ്, കോഴ്സ് ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ നിലവിൽ നിങ്ങൾക്ക് ബിസിനസ്സാണ്, അത് ബിസിനസ് പ്രോഗ്രാമാണ്.
ബിസിനസ് പ്രോഗ്രാമിലേക്കാണ് അത് നിങ്ങൾ ക്ഷണിക്കുന്നത്. എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽസ് വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് എങ്ങനെ പണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിനെ നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, നിങ്ങൾക്കൊരു ബിസിനസ്മാനായിട്ട് എങ്ങനെ മാറാം. ബിസിനസ്സുകാർ കണ്ടിന്യൂസ്ലി മണി മേക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ ഹൗ ടു മേക്ക് മണി എന്നുള്ള വിഷയത്തിൽ ബിസിനസ് സ്കില്ല് നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മളെന്ത് വെച്ചാൽ ബിസിനസ് പരമായിട്ടുള്ളൊരു മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പണം ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എങ്ങനെ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രോഡക്ട്സുകൾ വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കോഴ്സിൽ ഇൻഡെപ്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ നിലവിൽ ബിസിനസ്സിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം. ദർ ആർ മെനി തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഐ എം എക്സൈറ്റഡ്. ഐ ഹോപ്പ് യു വിൽ ബി ജോയിനിങ് ദർ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ വരാം. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ അവർ സ്കിൽ? ഈസ് ഇറ്റ് എനി ടൂൾ? ശ്യാം ചോദിക്കുന്നു. യെസ്, ടൂൾ ഉണ്ട്, നമുക്കൊരു കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതായത് നോ യുവർ വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അത് ഓൾറെഡി റെക്കോർഡഡ് ആണ്. അപ്പോൾ അത് നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ടീച്ചബിൾ കോഴ്സ് ഉണ്ട്. ആ ടീച്ചബിൾ കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിൽ ID അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കോഴ്സിനൊരു ഫീ വരുന്നുണ്ട്. ആ ഫീ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രൊവൈഡ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 8086880771 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. ഇതിൻ്റെ ഫീയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കെന്ന് വെച്ചാൽ അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ഇതിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പ്രൊഫൈൽ DP നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. DP അല്ല, ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൽ. ഓക്കെ, ഷൗക്കത്ത് ആ ഒരു കോഴ്സിന് എന്താണ് നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തുന്ന കോഴ്സിനാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ പ്രൈസേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. 1 minute. റെക്കോർഡഡ് സെഷനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. കാറ്റലോഗ് നോ യുവർ വൈ 899 ആണ് പ്രോഗ്രാമിൻ്റെ ഫീ വരുന്നത്. 899 രൂപ. നിങ്ങളുടെ പർപ്പസ്, സീക്രട്സ് ഓഫ് ഹൗ ടു ഫൈൻഡ് യുവർ പാഷൻ. നിങ്ങളുടെ പാഷൻ എങ്ങനെ കണ്ടെത്താം, നിങ്ങളുടെ പർപ്പസ് എങ്ങനെ കണ്ടെത്താം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ സ്കില്ല് എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ഒരു കരിയറാക്കി മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അതിൻ്റെ പേര് നോ യുവർ വൈ എന്നാണ്. നിങ്ങളുടെ അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ 899 ആണ് അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് മെസ്സേജ് മീ 8086880771 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഓൾറൈറ്റ്, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് കമ്മിങ് ഇൻ. പുതിയൊരു ആപ്പ് വരാൻ പോകുന്നുണ്ട്, വെബ്സൈറ്റ് വരാൻ പോകുന്നു. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ എക്സൈറ്റഡ്. അപ്പോൾ പറഞ്ഞതുപോലെ മറക്കരുത് കേട്ടോ. ബിസിനസ് കോഴ്സിൻ്റെ ഫീ വരുന്നത് 1399 ആണ് കോഴ്സ് ഫീ വരുന്നത്. താങ്ക് യു റസീന, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഓൾറൈറ്റ്, അപ്പോൾ പറഞ്ഞതുപോലെ മറക്കരുത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലീസ് സ്റ്റെപ്സ് നിലമ്പൂർ. ഓക്കെ, please send me the course details. I will just copy this message and send it to my admin and she will assist you. Okay. Thank you. Okay. പറഞ്ഞതുപോലെ അപ്പോൾ ഇന്നത്തെ എല്ലാ സെഷനിലും ഉള്ളതുപോലെ ഇന്നത്തെ സെഷനിൽ നമുക്ക് ചെറിയൊരു വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ ബൈ വിഷ്വലൈസിങ്. Just close your eyes, keep your eyes closed and relax. All right, keep your eyes closed and relax. Take a deep breath and breathe out. One more time, take a deep breath and breathe out. One more time, take a deep breath and breathe out. One more time, take a deep breath. Right? പതിയെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ചിന്ത കൊടുക്കുക. ഇന്ന് ഞാൻ ഈ ഒരു കോഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ സെഷനിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെന്താണ് എങ്കിലും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് അങ്ങനെ അറിഞ്ഞാലും ഇല്ലെങ്കിലും
അത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യും, അത് ഞാൻ മനസ്സിലാക്കിയെടുക്കും. എൻ്റെ ലൈഫിലേക്ക് വേണ്ട ആ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റം, ആ ഒരു ഗ്രോത്ത്, അത് ഞാൻ റിസൾട്ടാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നിരന്തരം ഞാൻ എന്ത് ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നതാണ്. നിരന്തരം ഞാൻ എഫേർട്ട് എടുക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ കൂടുതൽ സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന അത്ര പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പണം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് പണം എന്നിലേക്ക് വരുന്നു. ഐ ലവ് മണി. മണി ഈസ് ഗുഡ്. പണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പണം നല്ലതാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും ഞാൻ കൂടുതൽ പണം അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദർ ഇസ് നോ ലിമിറ്റ് ഹൗ മച്ച് മണി ഐ ക്യാൻ അട്രാക്ട്. എനിക്ക് പണം അട്രാക്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുമില്ല. ഐ വാല്യൂ മണി ആൻഡ് ഐ എം അട്രാക്റ്റിംഗ് മോർ ആൻഡ് മോർ ഇറ്റ് ഓഫ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലേക്ക് പണത്തെ ഞാൻ കൂടുതൽ ആകർഷിക്കുന്നു. പണത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഐ വിൽ ഓൾവേസ് ഹാവ് എക്സാക്ട് എമൗണ്ട് ഓഫ് മണി ഐ നീഡ്. എനിക്ക് വേണ്ട പണം മുഴുവൻ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പണത്തെ ഞാൻ ചെലവഴിക്കുകയല്ല ചെയ്യുക, ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഞാൻ പണത്തെ കൂടുതൽ ഉപയോഗിക്കുകയും കുറച്ച് ചെലവഴിക്കുകയും ചെയ്യും. ഞാൻ പണം സേവ് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇത്രയും കാലമായിട്ട് എനിക്ക് സേവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പണം സേവ് ചെയ്യും. ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ബുദ്ധിപരമായിട്ട് മാത്രമേ പണത്തെ ഉപയോഗിക്കുകയുള്ളൂ. വൈകാരികമായിട്ട് പണത്തെ ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ തോന്നുന്നതെല്ലാം വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം, അത് ഒഴിവായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം വാങ്ങുന്ന, വളരെ ലോജിക്കലായിട്ടുള്ള, ബുദ്ധിപരമായിട്ട് പണത്തെ കൈകാര്യം ചെയ്യുന്ന, പണത്തിന് വേണ്ട വില നൽകി, റെസ്പെക്റ്റ് നൽകി, വാല്യൂ നൽകി, മൂല്യം നൽകി, അതിനനുസരിച്ച് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. എൻ്റെ ശരികളിലേക്ക്, ശരിയായ പണം ചെലവഴിക്കുന്ന രീതികളിലേക്ക് ഞാൻ ഓരോ ദിവസം കഴിയുന്നവർ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. എനിക്ക് വേണ്ട ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്കുണ്ട്. സാമ്പത്തിക അച്ചടക്കം എനിക്കുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ സാമ്പത്തിക അച്ചടക്കം കൂടുതൽ മികച്ചതായി മാറുന്നു. ഐ ലവ് മൈ മണി ഹാബിറ്റ്സ്. ഐ എൻജോയ് മൈ മണി ഹാബിറ്റ്സ്. എൻ്റെ സാമ്പത്തികമായ ശീലങ്ങൾ എന്നെ കൂടുതൽ സമ്പന്നനാക്കുന്നു. അതെനിക്കിഷ്ടമാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള കണക്ക് സൂക്ഷിക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഐ ലവ് മണി. ഐ ആം എ മണി മാഗ്നറ്റ്. ഞാൻ പണം ആകർഷിക്കുന്ന ഒരു കാന്തിക വസ്തു പോലെ പ്രവർത്തിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. Thank you so much. Take a deep breath and breathe out. One more time, take a deep breath and breathe out. Relax. പതിയെ നിങ്ങൾ കൈകൾ കൂട്ടി തരുമ്പോൾ ദേഹത്തും കവിളത്തും എല്ലാം വയ്ക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞതുപോലെ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ വരിക കേട്ടോ. സമ്പത്തുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് തൽക്കാലം നമ്മൾ നിർത്തി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും തുടരും. ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂസ്ലി തന്നെ മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഫോർ സം പീപ്പിൾ ഇറ്റ് വിൽ ബി ലൈക്ക് റിപ്പീറ്റിംഗ്. ഓക്കെ, we'll come up with another session. How was the session? Sharana, are you enjoying? Are you learning?
Yes. Thank you. Thank you so much. Awesome. Thank you. All right. അപ്പോൾ നാളെ കാണാം മറ്റൊരു വിഷയമായിട്ട്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയമായിട്ട്. All right. Very good. Thank you. Thank you so much. Have a great day. ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ ചിലർക്ക്? ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you. Thank you, sir. Thank you so much. താങ്ക് യു സോ മച്ച്. I'm so happy. I'm so glad. Thank you, sir. Thank you, sir. Thank you so much. Thank you so much. Was it useful? Useful ആയിരുന്നോ? ചെറിയ സെഷൻ ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. Super. Yes, very good. Very good. Yes, yes, of course. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. നമ്മൾ ഇങ്ങനത്തെ സെഷനിൽ ഇരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, അതിൽ രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വലിയൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിക്കൊള്ളുന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളെ ട്രിഗർ ചെയ്യും. ദാറ്റ്സ് ഓൾ ഐ നീഡ്. ട്രിഗർ ചെയ്യും, ഒരു സംശയമില്ല. വെറുതെ കേട്ടിരുന്നാൽ തന്നെ ട്രിഗർ ചെയ്യും. ആ അവയർനെസ്സിലേക്കാണ് ട്രിഗർ ചെയ്യുക. അവയർനെസ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. സോ എവറിഥിങ് ഇസ് ഗുഡ്, എവറിഥിങ് ഇസ് ഫൈൻ. ലെറ്റ്സ് ഡു ദിസ്. ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. Thank you, sir. You're welcome. Thank you.